ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങുന്നു. ഓക്കെ, രാവിലെ ഇറങ്ങിയിരിക്കുവാണ്. ഇരിക്കുന്ന സ്ഥലം തൊട്ട് കാണിച്ചു തരാം. ഇപ്പോഴത്തെ പുതിയൊരു ദിനചര്യയാണ്. അപ്പോൾ ഹോളിഡേ പോലെയാണല്ലോ, വെറുതെ വീട്ടിലിരിക്കുക. ഇപ്പോൾ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. വീട്ടിനകത്തെല്ലാം വളരെ ആക്റ്റീവാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത്. അതെ, ഡ്രോയിങ് റൂമാണ്. സോഫയൊക്കെ ഉണ്ട്. സോഫയുടെ സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു മജ്ലീസ് ഫാഷനിൽ നമ്മൾ മെത്ത ഇട്ടിരിക്കുകയാണ്, ഒരു വലിയ ലോങ് മെത്ത. ഈ മെത്തയുടെ കഥ പറയാനാണെങ്കിൽ, നേരത്തെ പാർവതി കുട്ടികളുമായിട്ട് ട്രിപ്ലറ്റ്സായിട്ട് വന്നപ്പോൾ ഒരു റൂമിൻ്റെ മെഷർമെൻറ്റിൽ, അപ്സ്റ്റേഴ്സിലെ റൂമിൻ്റെ മെഷർമെൻറ്റിൽ വാൾ ടു വാൾ മെഷർ ചെയ്തിട്ട് അതുപോലത്തെ ഒരു മെത്ത ഉണ്ടാക്കിയതാണ്. കുട്ടികൾ അതിൽ എല്ലാം കിടക്കാനോ താഴെ വീഴാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തറയിലിടാനുള്ള സംവിധാനമായി. പക്ഷെ പിന്നീട് പ്ലാൻ മാറിയിട്ട് എൻ്റെ ബെഡ്റൂമിലാണ് കിടന്നത്. അപ്പോൾ ആ ബെഡിൻ്റെ ചുറ്റും ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ സൈഡിൽ പ്ലാങ്ക് വെച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തു, ഒരു വൺ സൈഡ് മാത്രം ഓപ്പൺ ആക്കിയിട്ട്. പിന്നെ അവരതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്നും ഉപയോഗിക്കാണ്ട് റോൾ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മോള് പുടുമോള് സരസ്വതി മോളിപ്പോൾ റോൾ ചെയ്യുന്നു, മറ്റെന്താ പറയുക, മുട്ടുകാലിൽ ഇഴയുന്നു, പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുന്നപ്പോൾ ഞാനും നമ്മളുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് മറിഞ്ഞ് വീഴുകയാണെങ്കിലോ, കുഞ്ഞിങ്ങനെ എന്തായാലും വീണല്ലേ പഠിക്കുന്നത്. അന്നേരം ഈ തറയൊക്കെ എന്താ പറയുക, വിട്രിഫൈഡാണ്. അപ്പോൾ അതിലെല്ലാം തലയടിച്ചാൽ നല്ലോണം ഇഞ്ചുറി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് നമ്മൾ ഈ ഒരു മെത്ത ഇവിടെ കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇപ്പോൾ ആരെങ്കിലും വന്നാലും സോഫയിൽ ഇരിക്കുന്നവർക്ക് ഇരിക്കാം, ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ തറയിലും ഇരിക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെ ഇരിക്കുന്ന അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു ഈ റെസ്റ്റിംഗ് ടൈമിൽ. അതായത് ഇങ്ങനെ ചമ്രം പടിഞ്ഞിങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ വെയിറ്റ് ഈ ബാക്കിൽ വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ പില്ലോ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ കിടക്കും, കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോളിവിടെ ഉണ്ടാവും, മോളിങ്ങനെ കൂടെ ഇങ്ങനെ കളിയും ബഹളമൊക്കെ ആയിട്ട്. പിന്നെ എല്ലാവരും എൻ്റെ ചുറ്റും ഉണ്ടാവും. അങ്ങനെ പിന്നെ ടി വി കാണാം, ബുക്ക് വായിക്കാം, എന്താ വേണേൽ ചെയ്യാം. പക്ഷേ കുഞ്ഞ് അടുത്തുണ്ടെങ്കിൽ ബുക്ക് വായിക്കാം, അങ്ങനത്തെ പരിപാടി നടക്കില്ല. ടി വി കാണാം അത്യാവശ്യം. മോൾക്ക് പാട്ട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഫുൾ ടൈം ഇവിടെ പാട്ടാണ്. പലതരം സിനിമാ ഗാനങ്ങൾ, സെമി ക്ലാസിക്കൽ എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ മൊബൈൽ അതൊരു പ്രധാന സോഴ്സാണല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാനും കാര്യങ്ങൾ ഇൻഫർമേഷൻസ് അറിയാനും. ഓക്കെ, ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ രാവിലെ ഉറക്കം എണീറ്റ് പല്ലൊക്കെ തേച്ച് വന്ന് മുഖം കഴുകി വന്നിരിക്കുവാണ്. സത്യത്തിൽ കുറച്ച് ദിവസം, അതായത് എനിക്ക് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ബെറ്ററായി. ഞാൻ അവിടുന്ന് പാട്ടും പാടിയാണ് വന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. കാര്യം നല്ല പെയിൻ കില്ലേഴ്സൊക്കെ തരുന്നുണ്ടായിരുന്നു, പിന്നെ ട്രിപ്പ് വഴിയൊക്കെ. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ ആയപ്പോൾ വേദന തുടങ്ങി. പിന്നെ അന്ന് രാത്രി സഹിച്ചു. പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ട് ഓറലായിട്ട് കഴിക്കാനുള്ള പെയിൻ കില്ലേഴ്സ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു. പിന്നെ അതെല്ലാം കഴിച്ചിട്ട് ബെറ്ററായി വരുന്നു. അപ്പോൾ ഒരാഴ്ചയോളം വേദന ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയില്ല കേട്ടോ. എന്തായാലും ചെറിയ വേദന എന്തായാലും സഹിക്കാവുന്ന വേദനയേ ഉള്ളൂ. സർജറി കഴിഞ്ഞ ഭാഗം ചെറിയ ഊണ്ടാണെങ്കിലും കീ ഹോൾ ആയതുകൊണ്ട് ഉള്ളിലേക്ക് സ്വാഭാവികമായും കുറച്ച് ഇഞ്ചുറീസ് ഉണ്ടാവുമല്ലോ. കാര്യം എൻ്റെ നെർവ്സ് എല്ലാം ഇങ്ങനെ ആ പ്രൊലാപ്സിൽ ഇങ്ങനെ അമർന്നിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആ പ്രൊലാപ്സ് ആയ ആ ഒരു പീസ് ഓഫ് എന്താ പറയുക, ഡിസ്കിൻ്റെ ഇടയിൽ നിന്ന് ചാടി വന്ന ആ ഭാഗം ഇളക്കി എടുക്കാൻ തന്നെ പാടായിരുന്നു. ചെറിയൊരു പീസാണ് എനിക്ക് കാണാൻ തന്നത്. ബാക്കിയെല്ലാം നെർവിൽ ഒട്ടിയിരിക്കുമായിരുന്നു. അതിനെയൊക്കെ സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സ്ക്രേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടർ തന്നെ പറഞ്ഞു നെർവ്സ് കുറച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. ഓൾറെഡി നെർവ്സിന് കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുവാണ്. കാര്യം പ്രൊലാപ്സ് വന്നിട്ട് അത് വന്ന വഴിയിൽ കയറി ഇരുന്നിട്ട് അതിനെ അമർത്തി കംപ്രസ് ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റിനെയൊക്കെ ബാധിച്ച് അത് ഡാമേജ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ നെർവ് ഈസ് ഓൾറെഡി ബഗ്ഡ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് ദേഷ്യം വന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു വാക്കാണ്, നമ്മൾ ഓൾറെഡി മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ, കുറച്ച് വിഷമത്തിൽ എന്തെങ്കിലും വേദന ഇരിക്കുമ്പോൾ വേറൊരാൾ വന്ന് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്താൽ കുറച്ചുകൂടി ദേഷ്യം വരില്ലേ ഉള്ളൂ. അതുപോലെയാണ്. അപ്പോൾ നെർവ് ഓൾറെഡി ഇറിറ്റേറ്റഡ് ആണ്, ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആയിട്ടിരിക്കുന്നു. അതിനിടയ്ക്ക് അതിനെ സ്ക്രേപ്പ് ചെയ്ത് അതിൻ്റെ സൈഡിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇളക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും നെർവിനെ ഒന്ന് വേദനിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി ദേഷ്യം വന്നു. ആ ഒരു ദേഷ്യമാണ് വേദനയുടെ രൂപത്തിൽ ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് ആ നട്ടലിൻ്റെ ആ ഏകദേശം താഴ്ഭാഗത്താണ്, അവിടുന്ന് തൊട്ട് എൻ്റെ റൈറ്റ് ലെഗിലേക്ക് പോകുന്ന ആ വഴിയിലൂടെ. അപ്പോൾ തൈസിൻ്റെ മുട്ടിൻ്റെ അവിടം വരെ, മുട്ടിൻ്റെ അവിടം വരെ, തൈസിൻ്റെ ബാക്ക് സൈഡിൽ അവിടം വരെ നമ്മുടെ ഇങ്ങനെ സൈഡിൽ കൂടി പോണ ആ ഒരു പോർഷനിൽ നല്ല വേദന ഉണ്ടായിരുന്നു. ആ നെർവ് പോകുന്ന ആ റൂട്ട് അത് ഏകദേശം ഒരാഴ്ചയോളം നല്ല വേദന ഉണ്ടായിരുന്നു. പെയിൻ കില്ലേഴ്സ് വേണമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വീക്ക് ആയപ്പോൾ കുറഞ്ഞു തുടങ്ങി. സെക്കൻഡ് വീക്ക് ഞാൻ പെയിൻ കില്ലർ കഴിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ തേർഡ് വീക്ക് മുഴുവൻ നേരം കഴിച്ചില്ല, ഏകദേശം എല്ലാം കൂടി ഒരു 10 ദിവസം കഴിച്ചിട്ടുണ്ടാവാം പെയിൻ കില്ലേഴ്സ്. പിന്നെ ഞാൻ പെയിൻ കില്ലേഴ്സ് എല്ലാം നിർത്തി. എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയാണ്, പെയിൻ കില്ലർ ഇല്ലാതെ തന്നെ സഹിക്കാമെന്ന് തോന്നി. പിന്നെ പെയിൻ കില്ലർ നിർത്തി. പിന്നെ സഹിക്കുന്ന വേദന തന്നെയായിരുന്നു. ഇതിനിടയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു, അതും സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഒരാഴ്ച ചെയ്തില്ല കേട്ടോ, അത് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്.
കാര്യം അത്രയൊന്നും ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ കാല് പൊക്കുക, കാല് താഴ്ത്തുക, തിരിഞ്ഞ് കിടന്നിട്ട് അതുപോലെ ചെയ്യുക, സൈഡ് ബേസ് കിടന്ന് ചെയ്യുക. അങ്ങനെ അതായത് ബാക്ക് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസസ് ആണ്. മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൻ്റെ ഫസ്റ്റ് കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞു തന്നു. ഇനി ഞാൻ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് അടുത്ത ആഴ്ച. അപ്പോൾ എനിക്ക് അടുത്ത കുറച്ച് സ്റ്റെപ്സും കൂടി പറഞ്ഞു തരും, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലേ അപ്പോൾ കാലിൻ്റെ ആ ഒരു പെരുപ്പ് അല്ലെങ്കിൽ തരിപ്പ് അല്ലെങ്കിൽ ആ നമ്പനെസ് 3 ഫിംഗറിലാണുള്ളത് റൈറ്റ് ലെഗിൻ്റെ. അത് കുറേ മാറ്റമുണ്ട്. വേദന ഒരുപാട് കുറഞ്ഞു. വേദന എന്ന് പറഞ്ഞ സാധനമില്ല. മറ്റേ ഞാൻ നടക്കുമ്പോൾ എനിക്കൊരു പെയിൻ ഉണ്ടായിരുന്നു. നംനെസ് മാത്രമല്ല പെയിൻ. ഇപ്പോൾ പെയിൻ ഇല്ല, നംനെസ് ഉണ്ട്. പക്ഷേ ആ നംനെസ് മാറാൻ ഇനി 3, 4, 5 മാസം എടുക്കുന്ന പറഞ്ഞു. ഗ്രാജുവലി പോകുള്ളൂ. അതിന് ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് രാവിലെ വൈകുന്നേരം എക്സസൈസ് ചെയ്യും. അത് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ആ മേജർ ഇഷ്യൂ ഒക്കെ പോയി. ഇനി ആക്റ്റീവായി തുടങ്ങാം. 3 വീക്സ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, എന്നോട് ഡോക്ടർ പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു നോർമൽ ജോലിയൊക്കെ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓൺലി തിങ് ഈസ് ഭാരിച്ച കാര്യങ്ങളൊന്നും തൂക്കിയെടുക്കരുത്, കുനിയാൻ നോക്കേണ്ട ഒരുപാട് മുട്ടിന് താഴോട്ട്. പിന്നെ എന്താ പറഞ്ഞത്, ലോങ് ട്രിപ്സ് ഒക്കെ ഒരു 3 ആഴ്ചത്തേക്ക് ഒഴിവാക്കുക എന്ന് പറഞ്ഞു. കുറേ നേരം ഇരുന്ന് കാറിൽ സഞ്ചരിക്കുന്ന പരിപാടി അതെല്ലാം ഒഴിവാക്കി. ഇപ്പോൾ ഏതാണ്ട് 4 ആഴ്ചയോളം ആകുന്നു. 3 ആഴ്ചത്തെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇപ്പം ഞാൻ വീട്ടിൽ കുറച്ച് ആക്റ്റീവായിട്ട് തന്നെയാണ്. ഞാനിങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിൽ കിടപ്പ് രോഗിയായിട്ട് ഇരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ അധികം കിടന്നില്ല. മേ ബി ആദ്യത്തെ ഒരാഴ്ചക്കകത്ത് മാത്രമേ അങ്ങനെ കിടന്നുള്ളൂ. പിന്നെ ഇങ്ങനെ നടക്കുകയാണ്, ഫുൾ നടക്കുക, വീട്ടിനകത്തും പുറത്തുമൊക്കെ ഇങ്ങനെ, വീട്ടിൻ്റെ മുറ്റത്തും ഇങ്ങനെയല്ല. പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഇനി നോർമലായിട്ട് കാര്യങ്ങളിലേക്ക് പോകും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഞാൻ ആക്റ്റീവായി തുടങ്ങി കേട്ടോ, ചെറുതായിട്ട് കുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ റാഗി വെച്ചിട്ട്, എല്ലാവർക്കും ദോശ അങ്ങനത്തെ ഒക്കെ മതി, സിമ്പിളാണല്ലോ. ദോശ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും അത് മതി. ഞാൻ റാഗി നമ്മുടെ പ്രോട്ടീൻ പൗഡറൊക്കെ ഇട്ടിട്ട്, ബയോട്ടിൻ പൗഡർ ഇട്ടിട്ട് റാഗി പിന്നെ കാച്ചി കുടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ഓക്കെ, എനിവേ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. ഇനി എന്തായാലും അതാണ് ഇന്നത്തെ മെയിൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ലഞ്ചിന് എന്തെങ്കിലും ഉണ്ടാക്കണം. ഇതൊക്കെ തന്നെ ഇൻ ആൻഡ് അറൗണ്ട് വീട്ടിനകത്ത്. മോൾ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ ആക്റ്റീവ് ആകും. ഡേ ഭയങ്കര എന്താ പറയുക, ആക്റ്റീവ് ഡേ ആയിട്ട് മാറും. അപ്പോൾ ഇന്നത്തെ ചെറിയ സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നും ചെയ്യാണ്ട് നിങ്ങളുമായിട്ടൊക്കെ സമയം സംസാരിക്കാനും ഒക്കെ കുറേ നാളായില്ലേ. പിന്നെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് വേണമെങ്കിൽ വീഡിയോസൊക്കെ ചെയ്യാമായിരുന്നു, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാര്യം മാനസികമായിട്ട് പറ്റുന്നില്ലായിരുന്നു. വയനാട് ദുരന്തമൊക്കെ ഭയങ്കരമായിട്ട് ഡിപ്രസ്സിങ് ആയിരുന്നു മനസ്സിന്. നമുക്ക് നേരിട്ട് പോയി ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. എങ്കിലും ഇങ്ങനെ ഒരുപാട് മൊബൈലിൽ കാണുകയും പത്രങ്ങളിൽ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ആ വാർത്തകളിലൂടെ നമ്മൾ അവരുടെ ദുഃഖം തൊട്ടറിയുകയാണ്. സത്യത്തിൽ ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവരുടെ അവസ്ഥ അത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മൂഡിലല്ല ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനോ. പിന്നെ ഞാൻ വെച്ച് കുറേ ദിവസമായില്ല. അപ്പോൾ എന്തായാലും നിങ്ങളോട് അതിനെക്കുറിച്ചും സംസാരിക്കാൻ, നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയുള്ള സഹായങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാനും എന്നെ കൊണ്ട് കഴിയുന്ന പോലെയുള്ള സഹായം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മോണിറ്ററി ആയിട്ടല്ലേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ആൾ സഹായം അവിടെ ചെന്നൊന്നും വോളണ്ടിയറായിട്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ സുഖമില്ലാണ്ട് വീട്ടിൽ റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കാലതാമസം എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നുണ്ട്. അത്രേ ഉള്ളൂ. എന്തായാലും ഭയങ്കര വിഷമമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാലും പറഞ്ഞാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഒന്നും പെർമനൻ്റ് അല്ല എന്ന് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലായില്ലേ. ഒന്നും ശാശ്വതമല്ല, എല്ലാം വന്നു പോകുന്നതാണ്. എപ്പോഴാണ് ആർക്കാണ് എന്താ വരുന്നതെന്നൊന്നും അറിയില്ല. ദർ ഇസ് നോ പെർമനൻസി. ഇപ്പോൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കുക. മെറ്റീരിയൽ തിങ്സ് ഒന്നും ഇമ്പോർട്ടൻ്റേ അല്ല. എല്ലാം നഷ്ടപ്പെട്ടാലും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും സേഫായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യമുണ്ടെങ്കിൽ എല്ലാം വീണ്ടും ഉണ്ടാക്കാം. പിന്നെ കേരളത്തിലെ ആളുകളെല്ലാം എത്ര നല്ലവരാണെന്ന് തെളിയിക്കുന്നതാണ് ചില ഡിസാസ്റ്റർ സമയങ്ങളിൽ ആ ഒത്തൊരുമയും എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാനുള്ളൊരു മനസ്സൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് അഭിമാനിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സമയത്തുണ്ട്. അതെല്ലാ പ്രാവശ്യവും അങ്ങനെ കാണാറുണ്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാം, ഇതുപോലെയുള്ള വലിയ കലാമിറ്റീസ് വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് വരും, എല്ലാവരും സഹായിക്കാനുള്ള മനസ്സ് കാണിക്കും. പൈസയായിട്ട് മാത്രമല്ല, അവിടെ നേരിട്ട് പോകുന്ന വോളണ്ടിയേഴ്സ് ഉണ്ട് ഒരുപാട്. നമ്മുടെ ആർമിയെ അവിടെ പ്രവർത്തിച്ച ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാവരെയും എത്ര പുകഴ്ത്തിയാലും മതിയാകും. എല്ലാം ഹാറ്റ്സ് ഓഫ് ടു ദം. ഒരു രക്ഷയില്ല. നമുക്കിവിടെ ഇരുന്ന് കാണാനും പറയാനും ഒക്കെ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ മോണിറ്ററി ആയിട്ട് മാത്രമേ ഇപ്പോൾ സഹായിക്കാൻ പറ്റുള്ളൂ. അത് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം നിങ്ങളുമൊക്കെ പറ്റുന്ന പോലെയൊക്കെ സഹായിക്കുക. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ കോൺട്രിബ്യൂഷൻ ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് ആ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക. ഇപ്പം ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്തായിരിക്കും. ചിലപ്പോൾ എന്താ വരുന്നതെന്ന് അറിയില്ലല്ലോ. എങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കണം. തളർന്നു പോകരുത്. തളർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണം. വീണ്ടും ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ.
എല്ലാം അതിജീവിക്കാനായിട്ട് അവർക്ക് മനക്കരുത്ത് സർവേശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. അത്രേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ കിടക്കാം. അപ്പോൾ റാഗി വെച്ചിട്ടുള്ള എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാവുകയാണ്. ഒരു 3 കപ്പ് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്കാണ് റാഗി പൗഡർ ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ റാഗി പൗഡർ, ഹീപ്ഡ് എന്ന് തന്നെ പറയാം, വലിയ സ്പൂണിന് 4 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിൽ ചേർക്കാൻ പോണ പനങ്കൽക്കണ്ടാണ് ഏറ്റവും നല്ലത്, കാര്യം ഹെൽത്തിയാണ്. അപ്പോൾ അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം പനങ്കൽക്കണ്ടും ചേർക്കുന്നു. 4 5 ആയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടയൊന്നും ഉണ്ടാവില്ല ഈ റാഗി പൗഡറിനാണെങ്കിലും. കാര്യം ഇത് ചൂടായ വെള്ളത്തിലല്ലല്ലോ ഇടുന്നത്, നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളത്തിലിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇനി അടുപ്പ് കത്തി അത് ചൂടായി വരുമ്പോഴാണ് ഇത് കുറുകി വരുന്നത്. ആദ്യം ഒന്ന് ഇങ്ങനെ കുറുക്കി തുടങ്ങും. ചൂടായി വരുമ്പോൾ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തടിത്തവിയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ദയപ്പം നോക്കിയാൽ നല്ല കുറുകി വരുന്നു. ഇനിയിപ്പോൾ തള വന്നു തുടങ്ങി, തള പൊട്ടി കഴിയുന്നു. പിന്നെ അധികം നേരം ഒന്നും ഇട്ട് കുറുക്കേണ്ട ആവശ്യമില്ല, തീ ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ഞാൻ ചേർക്കും, വളരെ സ്പെഷ്യലാണ്. അതായത് നമ്മുടെ ബയോട്ടിൻ പൗഡർ. ഈ ബയോട്ടിൻ പൗഡറിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം. നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ നല്ലതാണ് ബയോട്ടിൻ. ഞാനത് സാധാരണ ഇതിന് മുന്നേ ഒരു 1-2 വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട്. ഫുൾ വീഡിയോയിൽ നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ഭാഗമായിട്ടാണ് ബയോട്ടിൻ പൗഡർ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്നും ആദ്യം 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1/2 ടേബിൾ സ്പൂൺ കൂടി. ഇതിനകത്ത് എല്ലാ നട്ട്സ്, അതായത് കപ്പലണ്ടി, പിന്നെ എന്താ പറയുക ആൽമണ്ട്സ്, ബദാം, പിന്നെ അതുപോലെ വാൾനട്ട്സ്, പിന്നെ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, പിന്നെ അതുപോലെ പംകിൻ സീഡ്, ഇത് കൂടാണ്ട് ഫ്ലാക്സ് സീഡ് എല്ലാം കൂടി ചേർന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അത് ഭയങ്കര ഗുണമാണ് നമ്മുടെ ആരോഗ്യത്തിന്. ഇതൊരു സമ്പൂർണ്ണമായൊരു ഭക്ഷണമായി കഴിഞ്ഞ് ഇത് മാത്രം മതി ബ്രേക്ക്ഫാസ്റ്റിനോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ രാത്രി 7 മണിക്ക് മുന്നേ ഉള്ള ഡിന്നറാണെങ്കിലോ ഇത് തന്നെ ധാരാളം മതി. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക്, ഇതിപ്പോൾ 2 ഗ്ലാസ് നിറച്ചുണ്ട് കേട്ടോ. ഇതുപോലത്തെ 2 കപ്പ് നിറച്ചുണ്ട്. അതിപ്പോൾ ഞാൻ 1 കപ്പ് എടുക്കുന്നു. അതെ, ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഇത് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇതാണ് എൻ്റെ പ്രധാനം. ഇനി 1 ഗ്ലാസ്സും കൂടി ഉണ്ട്, അത് ചിലപ്പോൾ അനുകുട്ടിക്കോ ആർക്കാണ് ഇഷ്ടം അവർക്ക് കഴിക്കും. പിന്നെ ബാക്കി ദോശ അങ്ങനത്തെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഇതിനകത്ത് ബയോട്ടിൻ പൗഡർ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഫുൾ ഓഫ് കാൽഷ്യം, അയൺ, ഇനി എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ട്. ഓക്കെ, ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. ചെറിയ ചൂടോടുകൂടി കഴിക്കാം. ഇതിലിനി വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ കുറച്ച് ഗ്രേറ്റ് ചെയ്തൊക്കെ ഇടാം. അത് മെൽറ്റായി ഇതിനകത്ത്, അതും ഹെൽത്തിയാണ്. സാധാരണ രാവിലെ ഒരു മുട്ട കഴിക്കുന്ന പതിവുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ആഫ്റ്റർ സർജറി മുട്ട കുറച്ച് ദിവസമായിട്ട് കഴിക്കുന്നില്ല. കാര്യം മുറിവൊക്കെ ഉണങ്ങാനായിട്ട് പണ്ട് ആൾക്കാർ പറയില്ല മുട്ട കഴിക്കേണ്ടത്, അങ്ങനെ. പക്ഷെ ഇനി കഴിച്ച് തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഫേവറേറ്റാണ് മുട്ട. ഉണ്ടാക്കി നോക്കുക, അടിപൊളി സാധനം, ഹെൽത്തി, ടേസ്റ്റി. ഇപ്പോൾ കഴിയുന്നില്ല, ഇനി ബാക്കി വിശേഷങ്ങളും കൂടി ഇന്നത്തെ പറ്റുന്ന പോലെ വൈകുന്നേരം വരെ ഉള്ളത് നോക്കട്ടെ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ലഞ്ച്, ഒരു സ്നാക്കെല്ലാം ഉണ്ടാക്കണമെന്നൊരു മൂഡുണ്ട്, പക്ഷെ എല്ലാം കൂടി ഇന്ന് വേണം, വേണ്ടല്ലേ. ഇനിയിപ്പോൾ ഉച്ചഭക്ഷണം ഉണ്ടാക്കേണ്ട സമയമാകുന്നു. അപ്പോൾ ലഞ്ച് മേക്കിംഗ്. ഇതിലിപ്പോൾ കുക്കറിലേക്ക് 1 കപ്പ് വൻപയർ കുതിർത്തതെടുത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്തതാണെങ്കിൽ പെട്ടെന്ന് വേകും. ഒരു 3-4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടാൽ കുതിർന്നിരിക്കും. ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് അടുപ്പിലേക്ക് മാറ്റിയാൽ മതി. 2 വിസിൽ കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ കിടന്നത് വെന്ത് കിട്ടും. പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ അരി അടുപ്പിൽ കിടന്ന് നന്നായി തിളയ്ക്കുന്നുണ്ട്. അനുക്കുട്ടിയും കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ പുടുമോളുടെ ലഞ്ച് ഉണ്ടാക്കാനാണ്. ലഞ്ച് മേക്കിംഗ് എന്ന് പറയുമ്പോൾ പുടുമോൾക്കുള്ള ലഞ്ചിന് ഈക്വൽ ക്വാണ്ടിറ്റി ആയിട്ട് ജീരകശാല റൈസ്, മസൂർ ദാൽ, അതായത് ഓറഞ്ച് കളറിലെ പരിപ്പ്, പിന്നെ ചെറുപരിപ്പ്, മൂങ് ദാൽ, അതാണ് ചെറുപരിപ്പ്. ഇതെല്ലാം കൂടി അതേ ഒരേ അളവിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേ നോക്കിക്കോളൂ. ഇനി ഇത് നന്നായിട്ട് കഴുകി ചെറിയ കുക്കർ, കുഞ്ഞിൻ്റെ ചെറിയ കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിനകത്ത് ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞതും
ഒരു ചെറിയ ടൊമാറ്റോ അരിഞ്ഞതും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഉപ്പ് ചേർക്കില്ല, പിന്നെ ഒരു ചെറിയ നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് കുക്കർ അടച്ച് 2 വിസിൽ, അപ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ, അപ്പോഴത്തേക്ക് അതും റെഡിയാകും. അപ്പോൾ ആനക്കുട്ടി ആ ഭാഗം നോക്കുന്നുണ്ട്. മേടിച്ച് കുക്കിങ്ങിൻ്റെ ഇടയിൽ ചെറിയ എൻ്റർടൈൻമെൻറ്റ്. വെരി സ്വീറ്റ്, നല്ല മധുരം. ഇത് കണ്ട ആർക്കെങ്കിലും മനസ്സിലാവും ഇതിനകത്ത് ഇത്രയും നല്ലൊരു സോഫ്റ്റ് ഒരു വൈറ്റ് കളറിലെ ബ്യൂട്ടിഫുൾ ഒരു ഫ്രൂട്ട് ഉണ്ടാകും. ഇത് ആക്ച്വലി അഭിരാം കൊണ്ടുവന്നതാണ്. എൻ്റെ അസുഖം അന്വേഷിച്ച് ആൾക്കാർ, അടുത്ത സ്വന്തക്കാർ, ബന്ധുക്കളും ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അറിഞ്ഞറിഞ്ഞ് വരുന്നുള്ളൂ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ആൾക്കാരിങ്ങനെ നമ്മുടെ ചാനലിൽ വന്ന ന്യൂസും പിന്നെ കുറേ ഓൺലൈൻ മാധ്യമങ്ങളിൽ കുറേ കൂടെ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് എനിക്കിനി എഴുന്നേറ്റ് നടക്കാനേ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കേട്ട് സത്യം പറഞ്ഞാൽ എല്ലാവരും പേടിച്ചിട്ട് കുറേ പേര് വിളിക്കുന്നുണ്ട്. കുറച്ച് പേര് അന്വേഷിച്ച് നേരിട്ട് വന്നപ്പോൾ അഭിരാമിനെ അറിയാലോ, നമ്മുടെ ആറ്റുകാലമ്മയുടെ സ്തുതിഗീതം പാടിയിട്ടുള്ള ആ പാട്ട് പാടിയത് അഭിരാമാണ്, എൻ്റെ പഴയ സ്റ്റുഡൻറ്റ്. അപ്പോൾ അഭിരാമും അമ്മയും കൂടി വന്നപ്പോൾ കുറേ ഫ്രൂട്ട്സ്, അപ്പോൾ മാമിന് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ലാതെ എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അതിൻ്റെ കുറേ ഫ്രൂട്ട്സും കുറച്ച് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, സ്വീറ്റ്സ്, ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് റംബുട്ടാൻ, ഗ്രേപ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നല്ല എന്താ പറയുക, അത് ഞാൻ കാണിച്ചു തരാം. ഡേറ്റ്സ്, അതായത് പഴുക്കുന്ന അങ്ങനത്തെ ഡേറ്റ്സ് അല്ല ഫ്രഷ് ഡേറ്റ്സ്, അത് കൊണ്ടുവന്നു. അത് നല്ല രസമുണ്ട്, അത് കഴിക്കാം. അതൊക്കെ അങ്ങനെ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ ആ ഒരു 3 വീക്സിൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് എന്നെ അന്വേഷിച്ച് എല്ലാവരും വരുമ്പോൾ ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് നടക്കുകയാണ്. ഇപ്പോൾ കുക്കിങ്ങും ഒക്കെ തുടങ്ങിയല്ലോ. ഓക്കെ, ഡേറ്റ്സ് നല്ല ഫ്രഷ് ഡേറ്റ്സ്. അതിലിങ്ങനെ പഴുക്കുന്നതൊക്കെ ഇങ്ങനെ പഴുത്ത് തുടങ്ങി, അല്ലാതെയും കഴിക്കാൻ പറ്റും, നല്ലതാണ്. നോക്കിയാൽ ചെറിയ അടയ്ക്കാൻ മാതിരി. ഇത് ഡേറ്റ്സ് ഫാമിൽ നിന്നും നേരിട്ട് പറിക്കുന്ന, പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള റിയൽ ഫ്രൂട്ടാണ്. ഇത് ലുലുവിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ, ഇപ്പോൾ അത് സീസണാണ്. ഇത് നോക്കിയാൽ നല്ല പഴുത്ത് കഴിഞ്ഞു. വെരി റൈപ്പ്. ഇങ്ങനെ പഴുത്തുകൊണ്ടിരിക്കുന്നത് ഓരമേൽ അതിങ്ങനെ ഇരിക്കുന്നത്. ചെറിയൊരു ക്രിസ്പിനെസ്, ചെറിയൊരു കറയുടെ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ഭയങ്കര സ്വീറ്റാണ്. അതും നമുക്ക് ഇഷ്ടമാവും കേട്ടോ. കരുകരുപ്പ. നൈസ്, വെരി നൈസ്. നോക്കിയ കൊച്ചങ്ങ പോലെ ഇരിക്കുന്നല്ലേ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, പ്രത്യേക ടെക്സ്ചറും. ഡേറ്റ് പാമിൽ ഇങ്ങനെ തൂങ്ങി കിടക്കില്ലേ, അതന്നെ. പ്രാവശ്യം ദുബായ് പോയപ്പോൾ കുറേ കണ്ടായിരുന്നു, കഴിച്ചു നോക്കിയില്ല, ഇപ്പം കഴിച്ചു. ചോറിപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് മാറ്റി ഞാൻ നോക്കുന്നു. നോക്കി ആവശ്യത്തിന് ഏകദേശമൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി ഊറ്റിയെടുത്താൽ മതി. മോളീസ് കടലിൽ നിന്നും ചുവന്ന ചീര മുറിച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ കട്ടിയുള്ള തണ്ടാണ്, പക്ഷേ ഇല മാത്രം മതി നമ്മൾക്ക്. അത് മാത്രമായിട്ട് എടുത്തിട്ട് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു ചീര മോര് കറി ഉണ്ടാക്കാനാണ് പ്ലാൻ. ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർക്കാം. അതായത് ഇത് ഏകദേശം ഒരു 3 കപ്പോളം ഉണ്ട്. അരിഞ്ഞത് അളന്നെടുക്കുകയാണെങ്കിൽ ഒരു 3 കപ്പോളം ഉണ്ടാവും. ഇത് വേകാൻ ആവശ്യമുള്ള 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത്, ഒരു പച്ചമുളക് 2ഓ 3ഓ ആയിട്ട് മുറിച്ചത്. ഇതൊരു വലിയ പച്ചമുളകായതുകൊണ്ട് ഞാൻ 3ആയിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഒന്നിച്ച് കിടന്ന് വേകട്ടെ, എല്ലാം കൂടി ചേർത്തിട്ട്. ഈ ചീരയുടെ ഇല വേകുന്നതോടൊപ്പം തന്നെ പച്ചമുളകും ഒന്ന് വേകും, നല്ല ജീരകവും ഒന്ന് വേകും. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറി കിട്ടുമല്ലോ. പിന്നെ എല്ലാം കൂടി കിടന്ന് നന്നായിട്ട് വേകും. ഇത് നോക്കിയാൽ ചീര വെന്ത് തുടങ്ങി. കൂട്ടത്തിൽ പച്ചമുളകും ജീരകവും ഒക്കെ വേകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ പച്ച ചുവയും മാറുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. ആ വെള്ളം നമുക്ക് ആവശ്യമാണ്. നമ്മൾ അരയ്ക്കുമ്പോൾ അതും കൂടി ചേർത്തിട്ട് അരച്ചാൽ മതി.
ഇതൊന്ന് അല്പം നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ അത് ആ സമയം കൊണ്ട് വേറൊരു കാര്യം അരച്ചെടുക്കാം. മിക്സിയിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതും 1 കപ്പ് തൈരും കൂടി ചേർക്കുന്നു. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഇനി നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അത് മഷി പോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ചട്ടി ഞാൻ വീണ്ടും കഴുകി കൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് അരച്ച ചീരയുടെ മിക്സാണ്, വേവിച്ച ചീര അരച്ചത്. പിന്നെ ആ മിക്സിയുടെ ഒരു ജാറ് കഴുകി 1 കപ്പ് വെള്ളം കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഇനി അടുത്ത് ചേർക്കുന്നത് ആ തേങ്ങയും തൈരും കൂടി അരച്ചെടുത്തതാണ്, അതും കൂടി ചേർക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, ചീര വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടിൽ ഒരല്പസമയം ഒന്ന് ചൂടാക്കി എടുക്കാം. പക്ഷേ ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. മോരൊക്കെ ചേർന്നല്ലേ വരുന്ന, തൈരൊക്കെ ചേർന്ന് അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല എല്ലാ കാര്യങ്ങളും വെന്തതാണല്ലോ. ചീരയാണെങ്കിലും പച്ചമുളകാണെങ്കിലും ജീരകമൊക്കെ വെന്തതാണ്. ആ ഒരു തേങ്ങയുടെ പച്ചച്ചുവ മാറാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി നമുക്ക് ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ആദ്യം കറിവേപ്പില ഇടുകയാണ് കേട്ടോ. ഇനി ഒരു 3-4 വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. പിന്നെന്താ, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നു. തീ ഓഫ് ചെയ്യാം. ഒന്ന് മൂക്കുന്നുണ്ട് ഇത്. കറക്റ്റ് ആ പച്ചച്ചുവയൊക്കെ മാറി മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും. ഇനി നേരെ ചീര മോര് കറിയുടെ മുകളിലായിട്ട് ഒഴിക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മേളിൽ ഇങ്ങനെ ഒരു ഓറഞ്ച് ആൻഡ് യെല്ലോ കളറിലിങ്ങനെ ആ താളിപ്പ് ഇങ്ങനെ കിടക്കും. അപ്പോൾ കാണാൻ കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും, സ്വാദുമാണ്. പിന്നെന്താ, ഇച്ചിരി ഉപ്പ് നോക്കിക്കോട്ടെ. എല്ലാം ഓക്കെ, ഇനി ഒന്നും ചേർക്കാതില്ല. അങ്ങനെ ചീര മോര് കറി റെഡി. ഇനി അടുത്തുണ്ടാക്കാൻ പോണ പയർ ഉലർത്തലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പയർ ഉലർത്തൽ. അതിനായിട്ട് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം, 3 വറ്റൽമുളകും, ഒരു 5 വെളുത്തുള്ളി ചതച്ചതും ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കാം. വലിയ സവാള അരിഞ്ഞത്, ഒരു ചെറുതായിട്ട് അരിയണം എന്നില്ല, ഒരു വിധം മീഡിയം സൈസിലൊക്കെ മുറിച്ചാലും കുഴപ്പമില്ല. അതും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടി കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്ന ഒരു പാകം, ബ്രൗൺ ഒന്നും ആകണ്ട. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലീസ് ചേർക്കുക, അതായത് നമ്മുടെ വറ്റൽമുളകിൻ്റെ തരി. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം, മുളകിൻ്റെ തരി. അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി മൂപ്പിക്കുക. അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി നല്ല മൂക്കണം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇങ്ങനെ കുറേശ്ശെ ഇടാം. 2-3-4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചേർക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വഴറ്റി യോജിപ്പിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ പയർ ശരിക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ കുഴഞ്ഞിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് തന്നെയാണ് പയർ വേവിച്ചത്. എങ്കിലും ഉപ്പ് നോക്കാം, കുറച്ച് ഉപ്പും കൂടി വേണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. നന്നായിട്ട് വീണ്ടും വഴറ്റി യോജിപ്പിക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയുടെ കുറവ് തോന്നുന്നു, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട്, അതായത് ആ പയർ വേവിച്ച വെള്ളം ഞാൻ ഇച്ചിരി ചേർത്തിട്ടുണ്ട്, കംപ്ലീറ്റായിട്ട് ഊറ്റിയല്ല എടുത്തത്. അപ്പോൾ ആ വെള്ളം വേണം, അതിനകത്തുള്ളത് നല്ലതാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നോക്കട്ടെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ പയറിൻ്റെ ഒരു പാകം, പക്ഷെ കുഴഞ്ഞിട്ടില്ല. എന്നാൽ ഇത് നന്നായിട്ട് ഒരു ചെറിയൊരു സെറ്റായി വരണം. അതിനായിട്ട് പാത്രം ഒന്ന് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ കിടക്കട്ടെ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് സെറ്റായി വരും. അതായത് ആ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, വെള്ളവും കൂടി ചേർന്ന് വരുമ്പോൾ കുഴയത്തുമില്ല, എന്നാലും ഒന്ന് കുഴഞ്ഞ പോലെ തോന്നും. അത് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടും. മാത്രമല്ല ഇത് ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ ആ നല്ലൊരു പിടുത്തവും കിട്ടും. ഇപ്പം നോക്കിയേ, കറക്റ്റായിട്ടുണ്ട്. അടപ്പൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചട്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ നല്ല സെറ്റായി വരും. അങ്ങനെ പയർ ഉലർത്തും റെഡി. ഇനി ഒരു ചെറിയ കാര്യങ്ങൾ, ഒരുപാട് കറിയൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നില്ല. ഒരു ചമ്മന്തിയാണ്, മാങ്ങാ ചമ്മന്തിയാണ്, സാധാരണ ചമ്മന്തിയല്ല. 1.5 കപ്പ് തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കൊച്ചുള്ളി ഒരു ചെറുതാണ്, അതുകൊണ്ട് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു പച്ചമുളക്. ഇതൊരു വലിയ പച്ചമുളകാണ്, അതുകൊണ്ട് അതിനിങ്ങനെ മുറിച്ചിടാം രണ്ടായിട്ട്. പിന്നെ എന്താ പറയുക, ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പഴുത്തതാണെന്ന് തോന്നുമല്ലേ, ഒരു യെല്ലോ കളർ. പഴുത്തതല്ല, കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നല്ല അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ ഒരു ചെറുതായിരുന്നു, അത് മുഴുവൻ ഞാൻ എടുത്തു, എൻ്റെ സ്കിന്നെല്ലാം മാറ്റിയിട്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കേണ്ട, അരച്ചെടുക്കാം. ഇത് കുറച്ചുകൂടി ഒന്ന് അരയണം. അത് കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം. സാധാരണ നോർമലി എനിക്ക് അധികം അരയുന്ന ചമ്മന്തി ഇഷ്ടമല്ല, പക്ഷേ മാങ്ങാ ചമ്മന്തി ആകുമ്പോൾ ഇച്ചിരി അരഞ്ഞാലേ അതിൻ്റെ ഒരു സ്വാദ് ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള കറിയൊക്കെ ആയിക്കഴിഞ്ഞെങ്കിലും കുറച്ച് നെത്തോലി ഫ്രൈയും കൂടി ശരിയാക്കണം. അതിന് വേണ്ടിയിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. നെത്തോലി ഫ്രൈ വന്നപ്പോൾ തന്നെ മനസ്സിലായില്ല, ഇവിടെ ഒരാളും കൂടി ഉണ്ട്, വിഷ്ണുമോൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സർജറി പ്രമാണിച്ചെത്തിയതാണ്, 2 വീക്സിന് വന്നതാണ്.
അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. അത് ഞാൻ വറുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇഷ്ടം, ക്രിസ്പി, നല്ല കരികരിപ്പായിട്ട് വറുത്ത് മാറ്റുന്നു. നല്ല ചമ്പാവരി ചോറാണിന്ന്. ഇത് വൈറ്റ് റൈസിൻ്റെ കൂടെ നല്ലതായിരുന്നേനെ, പക്ഷേ ഞാൻ ഇന്ന് ചമ്പാവരി ഇട്ടെ. നമ്മുടെ ചീര ഒഴിച്ചേറി, ചീര മോര് കറി. ഓക്കെ, ഇതെന്താണ്? നമ്മുടെ വൻപയർ ഒലർത്ത, മാങ്ങാ ചമ്മന്തി. ഓക്കെ, ഇത്ര മതി ഇന്നത്തെ മെനു. ഇന്ന് അധികമൊന്നുമില്ല, ഇങ്ങനെ മതി. ഇത് തന്നെ ധാരാളം. ഒരു സ്പെഷ്യൽ കാര്യം കൂടിയുണ്ട്. അതായത് അതേ നോക്കിക്കോളൂ, ഇന്നലത്തെ ഫിഷാണ്, വാള മീൻ പുളിയിട്ടത്. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസത്തെ മീൻ കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലഞ്ച് ആണ് ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി ലഞ്ച് കഴിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ലഞ്ച്. ഇത് പോരെ, ധാരാളം. അപ്പോൾ ഇതാണ് പ്രധാന ഭക്ഷണം. എങ്കിലും മീനില്ല എന്നുള്ള പരാതിയില്ല കേട്ടോ. പറഞ്ഞല്ലോ, നമ്മുടെ വാളക്കറി, വാളപ്പുളിയിട്ട്. ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഭക്ഷണ സമയം. വിഷു വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 2 ആഴ്ചത്തേക്ക് വന്നതാണ്. അമ്മയെ ശുശ്രൂഷിക്കാൻ. എന്തിനാണ് വന്ന വിഷു? അമ്മയെ ശുശ്രൂഷിക്കാൻ എത്തിയത്. ഇനിയിപ്പോൾ പോകാറായി വരുന്നു, കഴിഞ്ഞു. ഇനി മോളും വന്നിരുന്നു. ആ സമയത്ത് 1 വീക്ക് ഉണ്ടായിരുന്നു. പാർവതി ഒറ്റയ്ക്ക് വന്നു. പാർവതി പക്ഷേ വീഡിയോയിലൊന്നും വരില്ല, അതുകൊണ്ട് നിങ്ങളെ ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഓക്കെ, കുട്ടൻ എവർ ലവിങ് കുട്ടൻ ഇവിടെ ഉണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ കുട്ടനും ഉണ്ടാകും. ഞാൻ കുട്ടി നമ്മളെല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഇവരെല്ലാം എന്താണ്, കുട്ടൻ എന്താ കഴിക്കുന്നത്? കുട്ടൻ ചോറൊന്നുമല്ല കഴിക്കുന്നത്, പയറും നെത്തോലി ഫ്രൈ സാധാരണഗതിയിൽ വിഷുവിൻ്റെ ഒന്നും കിട്ടാറില്ല. എല്ലാം കഴിച്ചു തീർത്തു കേട്ടോ, കുറച്ച് കൊടുത്തു. അതെ, അനുക്കുട്ടി ഓൾറെഡി കഴിച്ചിട്ടാണ്. അപ്പോൾ അനുവിന് എന്താണ് അഭിപ്രായം? ഫുഡ് ഇഷ്ടമായോ? നൈസ്, ഓക്കെ, സന്തോഷം. എന്തായാലും വാളക്കറി എല്ലാം പുളിക്കറിയാണത്. ഓക്കെ, മറ്റത് ചീര ഒഴിച്ച് കറി, മറ്റേ മോര് കറി. അപ്പോൾ വിഷ്ണു ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ദുബായിൽ നിന്നുള്ള യൂട്യൂബ്, യെസ്, അതെ, വിഷ്ണു അത് റെപ്രസെൻറ്റിങ് ദുബായ് ആണ് വിഷ്ണു വരുന്നത് നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും വേണ്ടി. അപ്പോൾ ഞങ്ങൾ ഇനിയും വരുന്നുണ്ട്. ഞങ്ങൾ അടിച്ച് പൊളിക്കാനായിട്ട് നവംബറിൽ വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് എ ബാങ് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഞങ്ങൾ. അതെ, മോൾക്കും ഇഷ്ടമായി ലാസ്റ്റ് ടൈം. അപ്പോൾ അതുകൊണ്ട് കുട്ടനും ഇനി അടുത്ത ട്രിപ്പിന് വരണം അങ്ങോട്ട്. കുട്ട ഇപ്പോൾ ഭയങ്കര കുട്ടൻ തൃശ്ശൂരുകാരനായി കഴിഞ്ഞു. അവിടുത്തെ ബാങ്കിലെ ഉദ്യോഗസ്ഥനല്ലേ? ഏത് ബാങ്ക്? സൗത്ത് ഇന്ത്യൻ ബാങ്ക്. കല്യാണ ആലോചനകളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ആലോചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടാണ് റെഫറൻസ് ചോദിക്കുന്നത്. വിഷ്ണുവിനോട് ആരോ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ വിഷ്ണു പറഞ്ഞു 916 ആണ് കുട്ടൻ എന്ന് പറഞ്ഞു. അത് ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം. കുട്ടൻ്റെ കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടി. അയ്യോ, ഇത് ഇഷ്ടംപോലെ കല്യാണാലോചനകളുടെ മകൾ. അയ്യോ പാവ കുട്ടൻ്റെ ബ്ലഷിങ്. അയ്യോ, എന്തായാലും കൊള്ളാം. അപ്പോൾ ലഞ്ച് ടൈം ഇങ്ങനെയൊക്കെ പോകുന്നു. ഓക്കെ, അങ്ങനെ ലഞ്ച് എടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് TV എല്ലാം കണ്ട് കഴിക്കാമല്ലോ. എന്നാൽ ഇത് വളരെ സിമ്പിൾ ലഞ്ചാണ്, വലിയ എലാബറേറ്റ് ഒന്നുമല്ല. മീൻ പോലും വിഷ്ണുവിൻ്റെ മീൻ ഫ്രൈയിലൊന്നും ഞാൻ 2 പീസ് എടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ ചമ്മന്തി എൻ്റെ ഫേവററ്റാണ്, മാങ്ങാ ചമ്മന്തി. മീൻ ഇന്നലത്തെ മീനാണ്. അങ്ങനെ കുറച്ച് വ്യത്യാസം എല്ലാം. ഒരു കുളിയെല്ലാം കഴിഞ്ഞു. ആ ഒരു ഫ്രഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലഞ്ച് കഴിക്കാൻ. പിള്ളേരെല്ലാം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടാമതാണ് കഴിക്കുന്നത്. ഓൾറെഡി കൊള്ളാമെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഫുഡെല്ലാം നന്നായിട്ടുള്ളത്. മാങ്ങാ ചമ്മന്തി എല്ലാം ഗംഭീരം. ഈ വാളമീൻ ടേസ്റ്റി ഫിഷാണ്. മറ്റേ മുള്ളുവാളാന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ഭയങ്കര മുള്ളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് അതല്ല, ചുണ്ണാമ്പ് വാളാന്ന് പറയും.
നമ്മുടെ ചീര ഒഴിച്ചകറി ഗംഭീരം. അതൊരു എന്താ പറയുക, ഹെൽത്തി വേർഷൻ. ചീര മോരുകറി, വിഷ്ണുവിൻ്റെ നെത്തോലി. എന്തായാലും ഭക്ഷണം കഴിക്കുന്നു, ലഞ്ച്. ഞാൻ മഹാരാജ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറച്ചാണ് കാണുന്നത്. കണ്ടിന്യൂസ് ആയിട്ടൊന്നും കാണാൻ പറ്റാറില്ല. കുഞ്ഞിന് കൂടുതൽ ഇഷ്ടം പാട്ടാണല്ലോ. അപ്പോൾ പാട്ട് കുഞ്ഞ് വളർന്നിരിക്കുന്ന സമയത്ത് പാട്ടാണ് കാണുന്നത്. ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ബിറ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി സമയമുണ്ട്, സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു തുടങ്ങാം. ഈവനിങ് ടൈം മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കുക. അത്യാവശ്യം നല്ല കാറ്റുണ്ട്, മഴയൊന്നുമില്ല, മഴ മാറി നിൽക്കുന്ന ഒരു സമയം. ചെറീസ്, ആപ്പിൾ ചെറീസൊക്കെ നിറച്ച് കായ്ക്കുന്നുണ്ട്. പഴുത്ത് താഴെ വീഴുന്നു. പറിക്കുന്നില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അതേ നോക്കിയേ, രാവിലെ ആകുമ്പോൾ ഇതിൽ കൂടുതൽ ഇങ്ങനെ താഴെ കിടക്കും. ഓ, കാണാൻ എന്ത് ഭംഗിയല്ലേ, ആപ്പിൾ പോലെ ചെറിയ. ഇപ്പം നമ്മുടെ സ്മാർട്ട് സിറ്റിയുടെ വർക്കെല്ലാം പുരോഗമിക്കുന്നു. ഇതേ നോക്കിയേ, റോഡിൻ്റെ അവസ്ഥ നോക്കിക്കോളൂ. മേളിൽ കൂടെ ഹാങ് ചെയ്തിരുന്ന എല്ലാ ലൈൻസ്, ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റിയുടെ ലൈന്, ടെലിഫോൺ ലൈൻസ്, എല്ലാ കേബിൾസും മാറിക്കഴിഞ്ഞു, ക്ലിയറായി. ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ പകരം ഇവിടെ ഒരു വലിയ ലൈറ്റ് കോമൺ ആയിട്ട് അവിടെ ഉണ്ട്. പിന്നെ ഒരു സെൻറ്റർ ഇതുപോലൊരു യൂണിറ്റ് പോലെ ഇതിൻ്റെ എല്ലാം കൺട്രോൾ. അപ്പോൾ എല്ലാം അണ്ടർഗ്രൗണ്ട് ആയി കഴിഞ്ഞു. ഓക്കെ, അവിടെ ലൈറ്റ്. ഇനി കുറച്ചുകൂടെ ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. ആ ഭാഗത്തേക്ക് റോഡ് ക്ലിയർ ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മുടെ ഈ റോഡിൻ്റെ ഒരു സെറ്റായി. ഇതേ നോക്കിയേ, നടപ്പാത. നമ്മുടെ സൈഡിൽ ഓടയാണ്, വെള്ളം പോകാനുള്ളൊരു റൂട്ട്. നിത്യകല്യാണി കുറേ പോകണ്ടായിരുന്നു. ഇപ്പോൾ ആരോ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അതാണിപ്പോൾ ഇങ്ങനൊരു കമ്പ് വെച്ചിട്ട് ഇതൊക്കെ മുട്ട പൂത്തതൊക്കെ പോയല്ലോ. പറിക്കുന്നുണ്ട്, റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ പറിക്കുന്നുണ്ട്. ഓക്കെ, സാരമില്ല. ഓവർ ഹെഡ് വയേഴ്സൊക്കെ പോയപ്പോൾ നോക്കിയാൽ കേബിളൊക്കെ പോയപ്പോൾ നല്ല ക്ലിയറായി. ആകാശം ഇങ്ങനെയാണ്. ഇവിടെ മഴയൊക്കെ കുറവും, രാത്രിയുള്ള മഴയുള്ളൂ, എല്ലാ ദിവസവും ഇല്ല. ഇതിങ്ങനെയാണ്. ഞാൻ ഒരാളെ കാണിച്ചു. സിംബ, വേർ ആർ യു? ഇറങ്ങി വന്നേ. ഇതാണ് നമ്മുടെ പുതിയ ആളിവിടുത്തെ. ദിസ് ഇസ് സിംബ ദ ഗ്രേറ്റ്. കമോൺ, താഴേക്ക് വരൂ. നമ്മുടെ ടൈഗറിൻ്റെ പൊസിഷനിൽ വന്നിരിക്കുന്ന ആളാണ് സിംബ. സിംബനെ നിങ്ങളാരും ഇതുവരെ കാണിച്ചില്ല, കാരണം ഞാൻ പറഞ്ഞുതരാം. സിംബ എൻ്റെ അടുത്തേക്ക് വരാൻ നോക്കുകയാണ്. മേളിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. സിംബനെ ആരെയും കാണിക്കാത്ത എന്താ വെച്ചാൽ, ഇവൻ വളരെ ചെറുതായിരുന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് റോഡിൽ നിന്നും. നമ്മുടെ ക്യാമറാമാൻ വിവേക് കൊണ്ട് തന്നതാണ്. റോഡിൽ ഭയങ്കര ഏതോ വണ്ടി തട്ടി കുറച്ച് ആക്സിഡൻറ്റിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുമായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് കൊണ്ട് വന്നിട്ട് ഒരു മാം ഇതിനെ വളർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ പെറ്റ്സിനെയൊക്കെ വളർത്തി എല്ലാം മരിച്ച് ഭയങ്കര ദുഃഖത്തിലിരിക്കുന്ന ആൾ. എനിക്കിനി കൂടുതൽ പെറ്റ്സിനെ വളർത്തണം എന്നൊരാഗ്രഹമില്ല. സങ്കടത്തിന് വേണ്ടി എന്തിനാണ് വളർത്തുന്നത്, അങ്ങനെ വിചാരിച്ചിരുന്ന സമയം. ഇവനെ കണ്ടപ്പോൾ വേണ്ടാന്ന് വയ്ക്കാനും തോന്നിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഈ പട്ടികൾ, സ്ട്രേ ഡോഗ്സ് രാത്രി വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ലേ ടൈഗർ എല്ലാം മരിച്ചത്. അവർ ഗേറ്റിൻ്റെ വെളിയിൽ പോകുമ്പോൾ ഈ സ്ട്രേ ഡോഗ്സ് രാത്രി ഉപദ്രവിക്കും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവൻ ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ട് നമ്മളെ ബാക്കിലത്തെ ആ ഒരു മുറിക്കകത്ത് തന്നെ, എന്താ പറയേണ്ടത്, ഒരു മുറിക്കകത്ത് തന്നെയാണ് വളർന്നത്. ഭക്ഷണം കൊടുക്കും, ഒന്ന് നേരം. അതിനെ പുറത്തങ്ങനെ അത് ഇറക്കുന്നില്ലായിരുന്നു. ഓൺലി അണ്ടർ അഡൾട്ട് സൂപ്പർവിഷൻ എന്ന് പറയാം. പുറത്തേക്കേ ഇറക്കുന്നില്ല. ഇപ്പം ഇത്ര വലുതായി കഴിഞ്ഞിട്ടാണ് ഞാൻ അവനെ പുറം ലോകം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇച്ചിരി ഹൈപ്പറാണ് കേട്ടോ. കുറച്ച് ഇളക്കം ബഹളമൊക്കെയാണ്. ആൾക്കാരെ കാണുമ്പോൾ കാണിച്ചു തരാം. അയ്യോ, സിംബാനെ അന്വേഷിച്ച് ഞാനിപ്പോൾ മോളീസ് ഗാർഡൻ്റെ അവിടെ വരെ എത്തി. ആളെ കാണാനില്ല. നോക്കട്ടെ, എവിടെയെങ്കിലും ഉണ്ടാവും. ഇവനെ കാണുന്നില്ല കേട്ടോ എവിടെയൊന്നും. അവിടെ കിളിക്കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നു. ഈവനിങ് ടൈമാണ്. അയ്യോ, ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട സമയമാണ് സത്യത്തിൽ. ഓക്കെ, വാടി നിൽക്കുക. മഴയില്ലാത്തത് കൊണ്ട് ചെടികളെല്ലാം വാടി നിൽക്കണം. അപ്പോൾ ഈവനിങ്ങും വെള്ളം ഒഴിക്കണം. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കണേ. സിംബതേ, എന്നെ തപ്പി എവിടെ നിൽക്കുന്നു? അയ്യോ പാവം, കയറി വരുമായിരിക്കും. നോക്കട്ടെ. സിംബ, കമോൺ. ഓടി വാ, ഓടി വാ, ഓടി
ഓടി വാ, അതിന് വഴി അറിയില്ല. പാവോ ഭയങ്കര വിരളി പിടിച്ച് ഓടി നോക്കും. ഇപ്പുറത്തോട്ട് വാ കുട്ടി. സിംബ അവൻ അപ്പുറത്തെ വീടിൻ്റെ മതിൽ നിന്നുകൊണ്ട് എന്നെ നോക്കണു. കഷ്ടമാണ് തന്നെ. ഇതാണ് നമ്മളുടെ സിംബ. ഹലോ സിംബ. ഹായ് ഹായ്. ഒരു ബ്യൂട്ടി പീസാണ് കേട്ടോ, ബ്യൂട്ടി പീസ്. സിംബ ചക്കരി, ഷീ സോ ബ്യൂട്ടിഫുൾ. സിംബ. ആരെയോ കണ്ടല്ലോ, ഒരു കാക്കയെ കണ്ടിട്ടാണ് മേളിലേക്ക് നോക്കുന്നത്. ഇങ്ങോട്ട് വന്നേ. അതിൻ്റെ വാലൊക്കെ നോക്കി, ഭയങ്കര ഫ്ലഫിയാണ്. വാലിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് ഉണ്ട്, അത് കാലിൻ്റെ ആ ഭാഗത്ത്. ഓ മൈ ഗോഡ്, ഷീസ് എ ബ്യൂട്ടി കാറ്റ്. അയ്യോടാ സിംബ പോട്ടെ, പാവം. ഭയങ്കര ഹൈപ്പറാ. എൻ്റെ പുറകെ നടക്കുന്നത് എൻ്റെ കയ്യിലൊക്കെ കടിക്കുന്നു. എൻ്റെ വേണ്ട വേണ്ട. വെരി നോട്ടി ഗേൾ. ഞാൻ പോണു കേട്ടോ, അതാവട്ട് പോണു. മോൾക്ക് ഇഷ്ടമാണ് സിംബനെ. സിംബനെ കണ്ട. സിംബ ഇപ്പോഴും കൊച്ചുകുട്ടിയല്ലേ. കളിപ്രായം. യെസ്. ഇതാ പോണു. എങ്ങോട്ട് പോണു? ഈ സ്കുറലിന്റെ പോലത്തെ വാലാണ് അല്ലേ, നല്ല ഫ്ലഫി ആയിട്ട്. മോൾക്ക് വേണോ? ഓ അതാണ്. ഇപ്പൊ എടുക്കാം. സിംബനെ നോക്കിയിട്ട് അടിക്കുന്ന ശബ്ദം ഉണ്ടാക്കുന്ന. ദേഷ്യം കടിക്കുന്നു. വേണ്ട സിംബനെ വേണ്ട. ഓക്കെ. അയ്യോ പാവം സിംബ, അങ്ങനെ കാണിക്കരുത്. ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ പുതിയൊരു മജ്ലിസ് സെറ്റപ്പാണ്. ഡ്രോയിങ് റൂമിൽ സോഫയുടെ കൂടെ ഇപ്പോൾ മെത്തയൊക്കെ തറയിലിട്ടിട്ട് നമ്മളെല്ലാം ഇപ്പോൾ അവിടെ തന്നെ ഇരിക്കുന്നത്. നല്ല വിശാലമായിട്ട് എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുന്നു. എല്ലാവരും ഉണ്ട്, പൂച്ചേട്ടനുണ്ട്, കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട്, നമ്മുടെ പുടുമോളുണ്ട്. പിന്നെ കൂടാണ്ട് നമുക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ടാൾക്കാരും കൂടി വന്നിട്ടുണ്ട്, വിസിറ്റിന് വന്നതാണ്. പൂച്ചൻ്റെ കസിൻ ഇന്ദുവും ഹസ്ബൻഡ് ധർമ്മനുമാണ്. അപ്പോൾ അവർ ഒരു വിസിറ്റിന് എത്തിയതാണ്. അപ്പോൾ അവരും എല്ലാം നമ്മുടെ കൂടെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കുന്നു ഞങ്ങളെല്ലാവരും. അത് ചക്കട, നമ്മുടെ ചക്കയപ്പം എന്ന് പറയില്ലേ, അതാണ് സംഭവം. ചക്കയടയും അരിയുണ്ടയും. ആക്ച്വലി പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കണം എന്നുള്ളൊരു മൂഡിലായിരുന്നു ഞാൻ. പക്ഷേ അനുക്കുട്ടിയുടെ അമ്മ വന്നിരുന്നു വിസിറ്റിന്. അപ്പോൾ അനുക്കുട്ടിയുടെ അമ്മ മിക്കവാറും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നാടൻ പലഹാരങ്ങളൊക്കെ കൊണ്ടുതരും. എനിക്ക് നാടൻ പലഹാരങ്ങൾ ഇഷ്ടമാണെന്ന് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചക്കയടയും അരിയുണ്ടയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ പലഹാരമൊന്നും ഉണ്ടാക്കണ്ട, നമ്മുടെ ചക്ക അട ആൻഡ് ചക്കയപ്പം എന്നും പറയും, ചക്കയട എന്നും. ചക്ക വരട്ടിയത് വെച്ചാൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ചക്ക വരട്ടിയതിൽ അരിമാവും തേങ്ങ എല്ലാം കൂടി ചേർത്തിട്ട് കുഴച്ചിട്ട് ഇലയിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കും. പിന്നെ അരിയുണ്ട. എനിക്ക് നാടൻ പലഹാരങ്ങൾ വലിയ ഇഷ്ടമാണ്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഡെയിലി റുട്ടീൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ നമ്മളെപ്പോഴും ഇപ്പോൾ ഈ ഒരു തോട്ടാണ്, മനസ്സിലായില്ലേ, നമ്മൾ അവരുടെ പൊസിഷനിലേക്ക് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ വയനാട്ടിൽ എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന കുറേ ആൾക്കാർ അവരുടെ നോർമൽ ലൈഫ് പോയിട്ട് എല്ലാം പോയില്ലേ. അപ്പോൾ ഇതിപ്പോൾ ഒരു സന്തോഷം കൊണ്ടൊന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല, പാർട്ട് ഓഫ് നമ്മളെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ നമ്മുടെ ലൈഫിൽ പല പല കാര്യങ്ങൾ ചെയ്യുമല്ലോ, ലഞ്ച് ഡിന്നർ, നമ്മൾ നമ്മുടെ റുട്ടീനുമായിട്ട് പോകണം. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം എന്ത് ചെയ്യുമ്പോഴും ഇപ്പോൾ മൈൻഡിൽ ആ ഒരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് ഭയങ്കരമായിട്ടൊരു സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ചിരിച്ച് കളിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സത്യം അതാണ്. അപ്പം ഇന്ന് എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത് മതി, ടുഡേയ്സ് വ്ളോഗ്. ഇതൊരു തുടക്കമാകട്ടെ. നമ്മൾ ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് പല പല വ്ളോഗ്സിലൂടെ ഇനിയും കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. ഒരുപാട് പേരുടെ പ്രാർത്ഥനകളൊക്കെ എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. സർജറിയുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴും എൻ്റെ പെട്ടെന്ന് സുഖാവാൻ. അപ്പം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലം കൊണ്ടായിരിക്കാം എത്രയും പെട്ടെന്ന് എനിക്ക് സുഖമാകാൻ സാധിച്ചത്. ഇനിയും നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ എന്നോടൊപ്പം ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.